അപ്പോൾ എല്ലാവർക്കും മഹാരാജ പാലസിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. മഹാരാജ പാലസിലേക്ക് കടക്കുമ്പോൾ തന്നെ എൻട്രിയിൽ അവർ സർപ്രൈസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ ഒരു 50 രൂപ. വളരെ നല്ലൊരു സർപ്രൈസ് ആയിരുന്നു അത്. മഹാരാജ പാലസ് 8700 സ്ക്വയർ ഫീറ്റ് പാലസ് ബിൽഡ് ചെയ്തത് മഹാരാജ ഹരി സിംഗ് ആണ്. ലാസ്റ്റ് മഹാരാജ ഓഫ് എന്തോ ഒരു സാധനം പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീരിൽ 19th സെഞ്ച്വറിയുടെ ലാസ്റ്റ് ആരായിരുന്നു? ലാസ്റ്റ് മഹാരാജ ആയിരുന്നു. ജമ്മു കാശ്മീരിൻ്റെ ഇൻ ഹൗസ് സം ഓഫ് ദി മാസ്റ്റർ പീസ് ആട്രിബ്യൂട്ട്സ് ഓഫ് ദ മഹാരാജ റെയിൻ. മഹാരാജാവിൻ്റെ പോലെ മറ്റേ സംഭവം അതന്നെ. ദ സ്കിൽ ഓഫ് ദ ഗ്ലോറി ഓഫ് പാസ്റ്റ്. അപ്പോൾ ആ സംഭവം നമുക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാമെന്നാണ് പറയണത്. പോയൊക്കെ കുഴപ്പമില്ല. എന്നെ എന്തായാലും ഇപ്പോൾ എനിക്ക് സർപ്രൈസ് വന്നത് ഇതിക്കിഞ്ഞ് പുള്ളിക്ക് കയറിയാണല്ലാതെ വഴിയില്ലല്ലോ. അത്യാവശ്യം നടന്നും ചെയ്തിരിക്കണം. പോയോക്കല്ലേ. മഹാരാജ പാലസ്. അപ്പോൾ ഗുൽമർഗ് ഒരു ദിവസം മൊത്തം ചിലവഴിക്കാനുള്ള വകകൾ അല്ലറല്ല ഇവിടെ ഉണ്ട്. ഇത് ഈ ഒരു ചുറ്റുവട്ടത്തുള്ള മാത്രം കേട്ടോ. ഇപ്പുറത്തുള്ള വില്ലേജുകളും മറ്റിതുപോലത്തെ മാർഗങ്ങളൊക്കെ വേറെ ഉണ്ടാവും. അതൊന്നും പെടാത്ത സാധനം. അതൊന്നും ഇല്ലാതെ ഈ ഒരു ഏരിയയിൽ തന്നെ നടന്ന് വിസിറ്റ് ചെയ്യുന്നവർക്ക് ഒരു ദിവസത്തിനുള്ള വക ഇവിടെ തന്നെ ഉണ്ട്. പഠിച്ചറട്ടെ കുറേ ആൾക്കാരുണ്ടല്ലോ. ഇതുവരെ ഇവിടെ ഇത്തിരി ആൾക്കാർ വേണ്ടിയില്ല. അവിടെ ക്യൂ നിന്നപ്പോൾ ഉണ്ടായിന്. അത് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടാവുകയാണെങ്കിൽ നമ്മളെ കേബിൾ കാറേ മുടിഞ്ഞ തിരക്കായിരുന്നു. ഞാനിതേ മഹാരാജ പാലസിലേക്ക് പോകുമ്പോൾ ഓപ്പോസിറ്റ് ഏതൊരു ശത്രു സൈന്യം കുതിരപ്പട്ടാളായിട്ട് വരുന്നുണ്ട്. എന്തായാലും ഞാൻ ഒറ്റക്ക് നിന്ന് നേരിടാൻ എന്നെക്കൊണ്ട് കഴിയും തോന്നണില്ല. കാരണം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 കുതിരകളുണ്ട്. അതിനൊക്കെ പുറമെ ഓരോന്നിലും ഓരോ പടയാളികളുണ്ട്. കാൽപ്പടയാളികൾ വേറെയുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എന്നെക്കൊണ്ട് കഴിയില്ല. അപ്പോൾ ഞാൻ മഹാരാജാവിനോട് ഹെൽപ്പ് ചോദിക്കട്ടെ പോയി കണ്ടു. മഹാരാജാവിനെയും കൂട്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു യുദ്ധമുണ്ട്. എന്നിട്ട് ഈ രാജ്യം ഞാൻ പിടിച്ചടക്കിയിട്ട് പിന്നെ ഇത് ഞാൻ ഭരിക്കും. എങ്ങനെയുണ്ട്? പിന്നെ ഗുൽമർഗിലേക്ക് മലയാളികൾക്ക് എല്ലാവർക്കും ഫ്രീ എൻട്രി ആയിരിക്കും. ഇവിടെ ഫുൾ സ്റ്റേയും ഫുഡ് അക്കോമഡേഷൻ എല്ലാം നിങ്ങളോട് വന്നാൽ മതി. ഫുള്ള് ഫ്രീ ആയി കാരണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തോളി, സബ്സ്ക്രൈബ് ചെയ്തോളി. എന്നാലേ ഇതൊക്കെ നടക്കുകയുള്ളൂ. അങ്ങനെ നമ്മളെ ഓഫീസ് റൂമിൽ നിന്ന് നമ്മൾ നേരെ എത്തുന്നത് ദർബാർ ഹാൾക്ക്. അതിലും കണ്ടില്ല ആ ചുവന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ റൂമും. കളർ കോമ്പിനേഷന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ആശാന് നല്ല രസമുള്ള അതേ സെയിം കളറിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ആശാന് അന്നത്തെ കാലത്തും മജ്ലിസ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ആശാൻ ഇവിടെ ഇരിക്കും. എന്നിട്ട് മന്ത്രിമാരും മറ്റുള്ളവർ പ്രജകൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ആശാനിങ്ങനെ ആജ്ഞാപിക്കുക. ജാതി സാധനം അല്ലേ. ദർബാർ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ വീണ്ടും വേറൊരു ഹാളോട് ഹാള്. ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് ചെറിയൊരു വ്യൂവും പിന്നെ അതേമാതിരി ഒരു ഓപ്പൺ ടെറസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ അല്ലേ മൂപ്പരെ കമ്പ്യൂട്ടർ ടേബിളും കമ്പ്യൂട്ടറില്ല. അന്നത്തെ കമ്പ്യൂട്ടറൊക്കെ ഈ റൂം മൊത്തം വേണ്ടിയിരുന്നു. നമ്മളെലിയാക്കൊക്കെ അന്ന് കമ്പ്യൂട്ടർ ഇല്ലല്ലോ അല്ലേ. ഏതായാലും ഇവിടുന്ന് പിന്നെ ആശാൻ്റെ മജ്ലിസിൽ നിന്ന് നേരെ വരുന്നത് ഒരു ഹാളിലേക്കാണ്. അവിടെ താഴേക്കുള്ള വഴിയുണ്ട്. ഇവിടെ ഇങ്ങനെ നേരെയുണ്ട് ആശാൻ്റെ ബെഡ്റൂമിലും ആ സെയിം സോഫയും കാര്യങ്ങളും തന്നെ. അവിടുന്ന് നമ്മൾ വന്നത് ഇവിടുന്ന് ഒരു ഹാളിൻ്റെ അടിയിൽ ഇവിടെ ഇങ്ങനെ കുറേ വീണ്ടും ഇവിടെ ഒരു ബെഡ്റൂം നല്ല സിൽക്കി ആൻഡ് അടിപൊളി കേട്ടോ. സൂപ്പർ. രാജാവ് കിടന്ന സ്ഥലമാണ്. രാജാവ് കിടന്ന കിടക്കയിൽ എന്തുകൊണ്ട് നമുക്ക് കിടന്നുകൂടാ? അവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതെ ഇങ്ങോട്ടിങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് നോക്കാൻ പോകുന്നത്.
അവർ യൂസ് ചെയ്ത തോക്കും കാര്യങ്ങളൊക്കെ തോന്നുന്നു കേട്ടോ. അല്ല കത്തികളൊക്കെ ഉണ്ടോ? ഒറ്റയ്ക്ക് ഫോട്ടോ ഓക്കെ. കത്തികളും കാര്യങ്ങളും വാളുകളും കാര്യങ്ങളൊക്കെ. ഇതെന്താ സാധനം? ഇത് മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ആണ്. അങ്ങനെ എവിടെ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അന്നത്തെ ക്ലോക്കുകൾ, കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ മേലെന്ന് കൂണിറങ്ങിട്ട് വന്നു കഴിഞ്ഞാൽ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ചെയർ ഇട്ടിക്കണേ. വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യം ഉണ്ടല്ലോ. ഇഷ്ടം പോലെ ആൾക്കാർക്ക് നിരന്ന് കടന്ന് ഫുഡ് കഴിക്കാനുള്ള സൗകര്യം. അതായത് ഫുഡിന് അതായത് നല്ല ഇമ്പോർട്ടൻസ് തോന്നുന്നു. ഇഷ്ടം പോലെ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് ഡൈനിങ് ടേബിൾ വെജാതി അല്ലേ. ഓപ്പൺ ടെറസ് എന്ന് പറഞ്ഞ കാരണം എന്താ അവിടെ. എല്ലാവർക്കും നമ്മളെ മഹാരാജ പാലസിൻ്റെ കാഴ്ചകൾ ഇഷ്ടമായതിന് കാര്യമായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടുത്തെ ഒരു പാലസ്, ഇവിടുത്തെ രാജാവ് എങ്ങനെ ഭരിച്ചിരുന്നു, അവരുടെ ആ പഴയ കാലത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കാണുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഒരു സംഭവമൊന്നുമില്ല. ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിന്ന് കരുതുന്നത്. നല്ല അടിപൊളി വീഡിയോസ് ഇനി വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്തോളി. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ഞാൻ പിടിച്ച് തല്ലും. ഈ മഹാരാജനെ കൊണ്ട് ഇവിടെ ഒരു ജയിലുണ്ട് അടിയിൽ, അണ്ടർഗ്രൗണ്ടിൽ, കാണിച്ചു തരാൻ പറ്റില്ല. അതിക്ക് പിടിച്ചാണ്ട് എല്ലാവരും അതിൻ്റെ ഉള്ളിൽ പിടിച്ചിടും. വേണ്ടായിരിക്കുമ്പോൾ. അപ്പോൾ എന്നാലേ ശരി, എന്നാൽ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു. ബൈ ബൈ.